ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രണ്ടാം തവണയാണ് ഞാനിപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിക്കുന്നത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് 2.5 വർഷക്കാലം പോലീസിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള അവസരം ലഭിച്ചു. ഇപ്പോഴത്തെ വി ഡി സതീശൻ ഗവൺമെന്റിലാണ് ഇപ്പോൾ വീണ്ടും ആഭ്യന്തരമന്ത്രിയായി ഞാൻ ചുമതല ഏറ്റെടുക്കുന്നത്. ഇന്ന് ഇവിടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് കേരളത്തിലെ SP-മാർ മുതൽ മുകളിലോട്ടുള്ള എല്ലാ ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ് നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തത്. എല്ലാ കേരളത്തിലെ 485 പോലീസ് സ്റ്റേഷനുകളെയും കാര്യങ്ങളിൽ സമൂലമായ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കിടന്നാലും അവർക്ക് ആദ്യം ഗുഡ് മോർണിംഗ് പറയും, നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയായി സൂക്ഷിക്കാൻ ഉള്ള നടപടികൾ ആരംഭിക്കും. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ, വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ള പോലീസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ DGP സ്വീകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമമായ മാറ്റമുണ്ടാകും. പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഏതൊരു വ്യക്തിയെയും കുറ്റവാളിയായിട്ടല്ല കാണുന്നത്. അവർക്ക് പറയാനും വ്യക്തി എന്ന നിലയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സമചിത്തതയോടെ കേൾക്കാനും അത് പരിഹരിക്കാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തമാണ് എന്നവരെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പ്രത്യേകിച്ചും പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരിക്കും കേരള പോലീസിന് മുതൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ SI നേരത്തെ പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്നു ചുമതലക്കാരൻ. പിന്നീട് അത് മാറി CI ആയി മാറി. SIക്കുള്ള സ്റ്റേഷന്റെ അധികാരം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി മുതൽ സ്റ്റേഷനിലേക്ക് SIമാരും CIമാരും DYSPമാരും ഉണ്ടാകണമെന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അത് പഠിക്കാൻ ADGP ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു 5-അംഗ ടീമിനെ ഇന്ന് DGP നിയോഗിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ സ്കൂളുകൾ ജൂൺ 1 മുതൽ തുറക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിന്റെ പ്രചരണം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും നമ്മുടെ കുട്ടികളെയാണ് അവര് പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് ഒരു വിവരവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി ഉണ്ടാകും. പ്രധാനമായും ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളായാണ് മുൻതൂക്കം നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ,
മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർ, മയക്കുമരുന്നിന്റെ സോഴ്സ്, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെ എല്ലാം കേരള പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് ഒരു വൻ വിജയമാക്കാൻ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. കാരണം ഇത് നമ്മുടെ ഭാവി തലമുറയെ കരുതിയുള്ള ഒരു വലിയ ഓപ്പറേഷനാണ് കേരള പോലീസ് ഉടനടി ആരംഭിക്കുന്നത്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളുമാണ് വിശദമായ ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കി ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാവരുടെയും സഹായം ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ, അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങൾ, എല്ലായിടത്തും ഇതിന്റെ വേരുകളുണ്ട്. ആ വേരുകൾ കണ്ടെത്താൻ നമ്മുടെ കേരള DGP മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായി ബന്ധപ്പെടും. അങ്ങനെ ബന്ധപ്പെട്ട് അവരുടെ എല്ലാവരുടെയും ഒരു സഹായവും കോർഡിനേഷനും ഈ കാര്യത്തിൽ ഉണ്ടാകും. പ്രധാനമായും ഈ കെമിക്കൽ നാർക്കോട്ടിക്സ് കടന്നു വരുന്ന സ്ഥലങ്ങളുണ്ട്, ആ സിന്തറ്റിക് നാർക്കോട്ടിക്സ് വരുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഗഞ്ച വരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം DGP അവിടുത്തെ ആ സംസ്ഥാനങ്ങളിലെ DGPമാരുമായി ബന്ധപ്പെട്ട് ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ഉണ്ടാകും. മറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ രേഖപ്പെടുന്നത് പോലീസിന്റെ രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആര് ഈ ഡ്രഗുകൾ വിൽപ്പന നടത്തുന്നു, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു, അവരുടെ മേൽ കർശനമായ നടപടി ഉണ്ടാകും. ശക്തമായ പോലീസ് നടപടി ഉണ്ടാകും. ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാകില്ല. സ്കൂളിന്റെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളെ കർശനമായി പോലീസ് നിയമപരമായി നേരിടും. ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകളും ഉപയോഗിക്കുന്ന ആളുകളെയും ശക്തമായി തന്നെ പോലീസ് നേരിടാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചു. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അത് 5 സ്റ്റാർ ഹോട്ടലിലാണെങ്കിലും DJ പാർട്ടികളിലാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ കായലുകളിലും കടലിലുമൊക്കെ പോയി പാർട്ടികൾ നടത്തുന്നവരാണെങ്കിൽ അവിടെയെല്ലാം പോലീസിന്റെ ശ്രദ്ധയുണ്ടാകും. ഒരു കാരണവശാലും നാർക്കോട്ടിക്കിന്റെ ഉപയോഗവും വിതരണവും വിൽപ്പനയും കേരളത്തിന്റെ 4 അതിരുകളിൽ അനുവദിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് കേരള പോലീസ് മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഞങ്ങള് പോലീസ് സേന ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനസൗഹൃദമാണ്. അതുപോലെ തന്നെ നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകളും നിയമത്തെ വെല്ലുവിളിക്കുന്ന ആളുകളെയും വെറുതെ പോലീസിന് വിടാൻ കഴിയില്ല. ജനങ്ങളുടെ സുരക്ഷിതത്വവും ജനങ്ങളുടെ സംതൃപ്തമായ ജീവിതവും ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുണ്ടാവും. അത് 100% അത് നടപ്പാക്കാനുള്ള തീരുമാനം തന്നെയാണ്. കുട്ടികളും സ്ത്രീകൾക്കുമെതിരായി ഉയർന്നു വരുന്ന അതിക്രമം അത് ഗൗരവത്തോടെ തന്നെ കാണും. പല ജോലി സ്ഥലങ്ങളിലും അല്ലാതുള്ള സ്ഥലങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കുട്ടികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനെ ഗൗരവപൂർവ്വം വീക്ഷിച്ചുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കാനും അതിന്റെ ലോജിക്കൽ കൺക്ലൂഷൻ എന്ന നിലയിൽ അത് കൺവിക്ഷനിലേക്ക് എത്തിക്കാനുമുള്ള സത്വര നടപടികളായിരിക്കും പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ പ്രധാനമായും ജനമൈത്രി പോലീസ് ശക്തിപ്പെടുത്താനും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചു. അത്തരം ജനമൈത്രി പോലീസിലൂടെ ജനങ്ങളുടെ സഹകരണത്തോടെ കുറ്റകൃത്യങ്ങൾ കുറച്ചുകൊണ്ടുവരാനും അതുപോലെ തന്നെ പുതിയ തലമുറയെ ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ട്രാഫിക് അപകടങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ്. ആ ട്രാഫിക് അപകടങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ പുതിയ ആപ്പുകളും പുതിയ IT സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് ഞങ്ങൾ പുറത്തുകൊണ്ടുവരാം. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ജനങ്ങളുടെ സുരക്ഷിത റോഡുകൾ ഉറപ്പുവരുത്താനും വേണ്ടി വന്നാൽ PWDയുമായി കൂടി സംസാരിച്ച് ഈ കാര്യത്തിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള
ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ട്രെയിനിങ് അതൊരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ചർച്ച ചെയ്തു. പോലീസ് അക്കാദമിയിൽ നടക്കുന്ന ട്രെയിനിങ്ങിൽ സിലബസുകൾ പരിഷ്കരിക്കാനും കൂടുതൽ പോലീസിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പോലീസിന്റെ ദൗത്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പരിശീലനം നൽകാനുള്ള തീരുമാനമാണ് എടുത്തത്. അതുപോലെ തന്നെ ഇന്ന് സൈബർ ക്രൈമുകൾ വർദ്ധിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിലെ ഈ സൈബർ ക്രൈമുകളെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടിയിരുന്നു. അതിനാവശ്യമായ സംവിധാനങ്ങൾ ഇന്ന് കുറവുണ്ട്. പോലീസ് അംഗങ്ങളുടെ കുറവുണ്ട്. ടെക്നോളജി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായും ഉപയോഗിക്കാനുള്ള സാങ്കേതികമായ പല പരിമിതികളുമുണ്ട്. ആ പരിമിതികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് സൈബർ ക്രൈമുകളുടെ കാര്യത്തിൽ പ്രത്യേകമായ നടപടികൾ സ്വീകരിക്കും. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ. ഇന്ന് സൈബർ ക്രൈംസാണ് ഏറ്റവും ലോൺ ആപ്പുകൾ, അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകളെ ആക്ഷേപിക്കുന്നത്, കുടുംബങ്ങളിൽ കലഹമുണ്ടാക്കുന്നത്, വർഗീയമായ ചേരുതലുണ്ടാക്കാൻ സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതോടൊപ്പം ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള ധാരാളം സൈബർ ക്രൈമുകൾ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസ് അതിനെ ഗൗരവമായി എടുത്തുകൊണ്ട് സൈബർ ക്രൈംസുകൾ തടയാൻ ഉള്ള നടപടികൾ ചെയ്യുക. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ആക്ഷേപിക്കുന്ന പ്രവർത്തനം, അപമാനിക്കുന്ന പ്രവർത്തനം വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ്. അതുപോലെ തന്നെ സോഷ്യൽ ഡിവൈഡ്, സാമൂഹിക കമ്മ്യൂണലായിട്ടുള്ള ഡിവൈഡ് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള രീതി കണ്ടുവരുന്നു. സൈബർ ഇടങ്ങളിൽ സമൂഹത്തിൽ വർഗീയമായ ചേരുതലുണ്ടാക്കാൻ നടത്തുന്ന നീക്കങ്ങൾ, സ്വഭാവഹത്യ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ലൈംഗികമായ ചൂഷണത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം ഗൗരവമായി പോലീസ് കാണും. ഞങ്ങളിത് ചർച്ച ചെയ്തപ്പെട്ട വിഷയമാണ്. സൈബർ ക്രൈമുകളുടെ കാര്യത്തിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണവും നടപടികളും ഉണ്ടാകും. അവസാനമായി എനിക്ക് പറയാനുള്ളത്, കേരള പോലീസിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും പോലീസിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും പോലീസ് സ്റ്റേഷനുകളിൽ ജനങ്ങൾക്ക് നിർഭയം കടന്നു ചെല്ലാൻ കഴിയത്തക്ക നിലയിലുള്ള സംവിധാനം ഉണ്ടാക്കാനുമാണ് ഇന്നത്തെ ഞങ്ങളുടെ യോഗം തീരുമാനം. താങ്കൾ ആദ്യം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കിയ ഓപ്പറേഷൻ കുബേരയ്ക്കൊരു തുടർച്ച ഉണ്ടാകുമെന്ന് വരട്ടെ, അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. ഇപ്പോഴത്തെ ഓപ്പറേഷൻ തുഫാനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. സൈബർ ഹണ്ട്, നർക്കോട്ടിക് ഹണ്ട്, ഓപ്പറേഷൻ തുഫാൻ നർക്കോട്ടിക് ഹണ്ടിനാണ് ഇപ്പം പ്രാധാന്യം. മറ്റേത് പറ്റി നമുക്ക് ആലോചിക്കാം. അതിന് കുറച്ച് ഇത് ചെയ്യാൻ കുറച്ച് പ്രിപ്പറേഷൻ വേണ്ടി. ഓപ്പറേഷൻ തുഫാനെ ഏതെങ്കിലും മേധാവിയുണ്ടോ അല്ലെങ്കിൽ എക്സൈസുമായിട്ട് നമ്മൾ ഒരുമിച്ചാണോ നടത്തുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളിനി അതിന്റെ അടുത്ത ഭാഗമാണ്. ഇപ്പൊ ഞങ്ങള് കേരള പോലീസിന്റെ അടുത്തൊരു തീരുമാനമാണ്. എക്സൈസുമായും വിദ്യാഭ്യാസ വകുപ്പുമായും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. അവരുടെ എല്ലാ സഹായം വേണ്ടി വരും. അത് അടുത്ത ഘട്ടമാണ് ചെയ്യും. കഴിഞ്ഞ 10 വർഷം കഴിയേണ്ടത് ഈ രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ പോലീസ് നടപ്പാക്കിയ കുറെ കാര്യങ്ങളിലാണ്. അതിലൊന്ന് കർശന നിയന്ത്രണം തീർച്ചയായിട്ടും. ഇതിനകത്തില് അന്ന് നവകേരള യാത്രയ്ക്ക് ഇടയിലുണ്ടായ സംഭവം വളരെ നിർഭാഗ്യകരമാണ്. ആളുകളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി അടിക്കുന്ന സംഭവം, അതേപ്പറ്റി ഒരു SIT അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ അതിനനുസരിച്ച് എന്താ നിയമപരമായി എന്ത് ചെയ്യണമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം. തിരുത്തിയത് ഒരു ADGP ആണ്, ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് AD തോമസ് MLAയും അജയും അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ADGPക്കെതിരെ അന്വേഷണം നടത്തും. റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ കുറ്റക്കാരെ ഒരു കാരണവശാലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ആരായാലും നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഈ രാഷ്ട്രീയം മാത്രമല്ല, വേറെയും കുറെ അതിക്രമങ്ങൾ പയ്യന്നൂർ മുതൽ തിരുവനന്തപുരം വരെ നേരിട്ട് പുതിയ പരാതികൾ കൂടി വരുന്നുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകുന്നു. ഈ ഒരു ഏത് തരം കുറ്റകൃത്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിന്റെ നടപടി ഉണ്ടാകും. ഇപ്പൊ ആലപ്പുഴയിലെ സംഭവമാണ് പുതുതായി ഏറ്റവും പ്രധാനമായി വന്നത്. ആ സംഭവത്തിൽ അപ്പോൾ തന്നെ SIT രൂപീകരിച്ച് കോടതി പറഞ്ഞില്ല, ഞങ്ങളല്ല, രാഷ്ട്രീയമായി ചെയ്തതല്ല, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിന് ശേഷം
SIT രൂപീകരിച്ച 2 വർഷം കാത്തിരുന്നു. ക്യാബിനറ്റ് തീരുമാനിച്ചു SIT രൂപീകരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ തന്നെ DGP SIT രൂപീകരിച്ചു. ആ SIT പ്രവർത്തിക്കുകയാണ്. ആ SITയുടെ പ്രവർത്തനം നടക്കട്ടെ, റിപ്പോർട്ട് കിട്ടട്ടെ. റിപ്പോർട്ട് കിട്ടിയാൽ റിപ്പോർട്ടിന്റെ ബേസിസിൽ ശക്തമായ നടപടി. അതായത് ഉന്നത ഉദ്യോഗസ്ഥൻ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് തിരുത്തുകയാണ്. അപ്പോൾ നിലവിൽ ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ എന്നതാണ് അവർ ചോദിക്കുന്നത്. അതായത് നിലവിലുള്ള അന്വേഷണ സംഘത്തിന് എന്തായാലും ADGPയുടെ ചുമതലയുള്ള ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥന് അത്തരത്തിലൊരു അന്വേഷണം നടത്താൻ സാധിക്കില്ല. ഇപ്പോൾ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ. കാരണം റിപ്പോർട്ട് വരാതെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ എന്നെ SIT രൂപീകരിച്ചാൽ അങ്ങനെ ചെയ്താൽ പോലെ അതല്ലല്ലോ. അപ്പോൾ നമ്മൾ SIT രൂപീകരിച്ച് വ്യവസ്ഥാപിതമായ നിലയിലാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ DGP ഒരു SIT രൂപീകരിച്ചു. അവരതിന്റെ അന്വേഷണം നടക്കുകയാണ്. അതൊരു ഫാക്ട് ഫൈൻഡിംഗ് ആണ്. ആ ഫാക്ടുകൾ പുറത്ത് വരട്ടെ. എന്താണ് എന്നുള്ള വസ്തുതകൾ റിപ്പോർട്ടിൽ ഉണ്ടാകുമല്ലോ. ആ റിപ്പോർട്ട് വരട്ടെ. വന്നിട്ട് റിപ്പോർട്ടിന്റെ ബേസിസിൽ ശക്തമായ നടപടി. സംസ്ഥാനത്തെ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക അടക്കമുള്ള കാര്യങ്ങൾ മുൻപ് ശാസ്ത്രീയമായ നടപടികൾ വേണമെന്ന് ആവശ്യമുണ്ട്. ജനസംഖ്യക്കനുസരിച്ച് ക്രൈമിന്റെ അതെ, തീർച്ചയായിട്ടും ഇതിന്റെ നേച്ചറൊക്കെ മാറിപ്പോയല്ലേ. പഴയപോലുള്ള ക്രൈം അല്ലല്ലോ. ഇപ്പം IT റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ അതിനുവേണ്ടി പ്രത്യേക പരിശീലനം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഞാൻ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് സൈബർ ഡോം ആരംഭിച്ചത്. അതൊക്കെ നമ്മൾ ശക്തിപ്പെടുത്തും. അതുപോലെ തന്നെ പോലീസിന്റെ എണ്ണം കുറവാണ്. പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അല്ലേ 1:9 ആണ് അല്ലേ. ആവശ്യമുണ്ട്, വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഗവൺമെന്റ് അതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 അതിജീവിതമാർ പരാതി നൽകിയിരുന്നു. ആ കേസുകളുടെ അന്വേഷണം നടത്തുന്നു. ഒരെണ്ണത്തിൽ കുറ്റപത്രമായി നിൽക്കുന്നു. മറ്റ് കേസുകളുടെ കാര്യത്തിൽ അതിന്റെ ആ രീതിയിലുള്ള തുടർച്ച ഉറപ്പാക്കുമോ? എന്തായിരുന്നു അതിന്റെ സ്റ്റാറ്റസ്? ഗവൺമെന്റിന്റെ സമീപനം വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി എതിർക്കും. അതിനകത്ത് ആര് എന്ത് എന്നുള്ള പ്രശ്നമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങളെ ശക്തമായി എതിർക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ പൂർണ്ണ സുരക്ഷിതത്വം ഈ ഗവൺമെന്റും പോലീസും. വർഷമായി പ്രവർത്തിക്കുന്ന അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അവിടെ കിടന്നുണ്ട്. ഇപ്പൊ കെട്ടിവലിക്കാൻ പോയി. ഈ പാരിതികാവ് കുടിയൊഴിപ്പിക്കൽ പോലീസ് ആക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളായിരുന്നു. ഇത്ര പെട്ടെന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുന്നില്ല. എനിക്ക് അതിനെപ്പറ്റി ഒന്ന് പറയാനുണ്ട്. 50 വർഷമായി നടക്കുന്ന ഒരു കേസാണ്. ഈ 50 വർഷമായി നടക്കുന്ന ഒരു കേസ് അതിൽ തന്നെ 15 തവണ കോടതിയെ ഇവരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 10 വർഷമായി ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശമാണ് ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ അവിടെ വെച്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ പോലീസിനെ വിളിക്കുകയാണ്. ഇമ്മീഡിയറ്റ് എവിക്റ്റിയാണ്. ഞാൻ അന്നേരം ഫ്ലൈറ്റിലായിരുന്നു. ഞാൻ ഇറങ്ങി ബാംഗ്ലൂരിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അന്നേരം DGPയോട് സംസാരിച്ചത് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ വിഡ്രോ ചെയ്തു. കോടതിയുടെ സമ്മർദ്ദമാണ് അവരെ അതിലേക്ക്. അവരെ പോലീസ് അതിക്രമങ്ങളൊന്നും ചെയ്തില്ല. ഒരാൾ മേത്ത് പെട്രോൾ ഒഴിക്കാൻ വന്നപ്പോൾ ഫയർഫോഴ്സ് വെള്ളമടിച്ചിട്ട് ഇതിനൊക്കെ ഉരുണ്ട് വീഴുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും ഇപ്പൊ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഒരു കാരണവശാലും ആര് പറഞ്ഞാലും പോലീസ് അവരെ എവിക്റ്റ് ചെയ്യാനും മറ്റു നടപടിക്കോ പോകുന്നത് ഞങ്ങൾ കോടതിയെ സമീപിക്കുക. റിലീഫിന് വേണ്ടി തിങ്കളാഴ്ച AG ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ OGM ജോർജിനെ മന്ത്രിയെ ചുമതലപ്പെടുത്തി. അദ്ദേഹം അവിടുത്തെ വിക്ടിംസുമായിട്ട് സംസാരിച്ചു. അത് പരിഹരിക്കാൻ ശ്രമിക്കും. ആദ്യമായിട്ടാണ് ഗവൺമെന്റ് ഇടപെടുന്നത്. ഞങ്ങളാരും ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല ഇത്രയും സംഭവം ഉണ്ടെന്നുള്ളത്. ഇന്നലെ പാറക്കൽ അബ്ദുള്ള ഒരു നിവേദനം നൽകി. ഞാനത് മേൽ നടപടി ഉണ്ടാവുകയാണ്. നോക്കട്ടെ, പരിശോധിക്കും. ഇൻസ്പെക്ടർമാരെ വെച്ചത് പരാജയമാണെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഒരു പുതിയ അത് പരാജയമാണ്. കാരണം അതിനകത്തുള്ളൊരു പ്രശ്നം പണ്ടൊക്കെ SIമാർക്കായിരുന്നു സ്റ്റേഷന്റെ ചുമതല. അപ്പൊ അവർ അഭിമാനപൂർവ്വം ഒരു SI അവിടെ സ്റ്റേഷനിൽ ജോലി ചെയ്തു. CIയുടെ ജോലി എന്താ? 3-4 സ്റ്റേഷന്റെ നിരീക്ഷണമായിരുന്നു. അതും നഷ്ടപ്പെട്ടു. DYSPയുടെ ചുമതല എന്താണ്? 9ഓളം പോലീസ് സ്റ്റേഷനുകൾ നിയന്ത്രണമാണ്. അപ്പൊ അത് പോലീസിംഗിൽ അത് കാര്യമായ
ഗുണം ചെയ്തിട്ടില്ലെന്നാണ് പലരും ഞാനടക്കം പലരുടെയും വിലയിരുത്തൽ. എന്നാലും ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തതാണ്, നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പെട്ടെന്ന് തീരുമാനിക്കേണ്ടതല്ല. അത് ഒരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ADGP അഡ്വക്കേറ്റ്സ് ഒരു 5 അംഗ കമ്മിറ്റി DGP നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ ശേഷം പഠിച്ച് ഒരു തീരുമാനം. സൈബർ ക്രൈമിന്റെ കാര്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ അതേസമയം മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയും പ്രമുഖർക്ക് നേരെയുള്ള സൈബർ കേസുകൾ വരുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ നീതി നടപ്പാകുന്നില്ല. സാധാരണക്കാരന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് നീണ്ടു പോകുന്നതിനുള്ള ആശയമുണ്ട്. ഇത്തവണയെങ്കിലും ഒരു മാറ്റം വരും. മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കന്മാരുടെയും കേസുകളിൽ കാണിക്കുന്ന ജാഗ്രത പാവപ്പെട്ടവർക്ക് കൂടി കാണിക്കണമെന്നല്ലയോ പറഞ്ഞത്. സാധാരണക്കാർ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് സൈബർ ക്രൈമിന്റെ കാര്യത്തിൽ എല്ലാവർക്കും നീതി നൽകുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പൊതുനയം, പോലീസിന്റെ പൊതുനയമാണ്. അതാണ് പക്ഷെ അതിനു വേണ്ടി അവർക്ക് വളരെ ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് ട്രെയിനിങ് ഉള്ള ഉദ്യോഗസ്ഥന്മാർ വേണ്ടി അത് കൂടി കൊടുത്താലേ അവർക്കത് പൂർണ്ണമായി ചെയ്യാൻ പറ്റും. അത് ചെയ്യും. വാസ്തവത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആളുകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ്. സമൂഹത്തിൽ മതപരമായ ഭിന്നതകൾ ഉണ്ടാക്കുക, ആളുകളെ തമ്മിലടുപ്പിക്കുക, ഒരു കാര്യമില്ലാതെ കള്ളങ്ങളെ പ്രചരിപ്പിക്കുക, ആളുകളെ അപമാനിക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ളവരുടെ വലിയ ശക്തമായ നടപടി ഉണ്ടാകും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തികളെ ആക്ഷേപിക്കുന്ന ആളുകളുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പോലീസ് നടപടി ഉണ്ടാകും. ഒരു സംശയം വേണ്ട. തലപ്പത്ത് അഴിച്ചുപണി ഉണ്ടാവും. ശബരിമല പ്രക്ഷോഭം കേസിന്റെ അത് ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനം സമയമുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ കണ്ണൂർ ജില്ലയില് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ പയ്യന്നൂരിൽ CPMന്റെ ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ കെ കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വരുന്നത്. അപ്പൊ ഈ കെ കുഞ്ഞികൃഷ്ണന്റെ ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം അവിടെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ CPMനെതിരായിട്ടുള്ള ഒരുപാട് സൈബറായിട്ടുള്ള ചില പ്രചരണങ്ങൾ നടക്കും. അപ്പൊ ഇത് പല ആളുകളും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിന്റെ ഈ സ്ക്രീൻഷോട്ടുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അല്ലെങ്കിൽ അവിടുത്തെ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ അന്നത്തെ പോലീസ് അവിടെ വ്യാപകമായി കേസ് രജിസ്റ്റർ ചെയ്യും. അതിനകത്ത് അവിടുത്തെ ഭരണകക്ഷിയിൽ അന്നത്തെ ഭരണകക്ഷിയിൽ ഒരു സമ്മർദ്ദമുണ്ട്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫോണുകൾ പിടിച്ചെടുക്കുകയും പിന്നീട് അതിനകത്ത് പിന്നെ പോലീസ് അവരുടെ എല്ലാം പേരിൽ അവരെ സ്ഥിരം കുറ്റവാളി, അതായത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്ഥിരം കുറ്റവാളികളുടെ ലിസ്റ്റിൽപ്പെടുത്തുകയും അവരുടെ പേരിൽ നിരന്തരമായി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ പയ്യന്നൂർ ഉൾപ്പെടുന്ന മേഖലകളിലാണ് ഇത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു. ഇതിനകത്ത് പോലീസ് ഒരു തരത്തിലുള്ള ഇടപെടലും മാധ്യമപ്രവർത്തനം എന്നുള്ള പരിഗണന പോലും നല്ല അവരെ ക്രിമിനൽ കുറ്റവാളികളായി ട്രീറ്റ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതൊരു വ്യാപകമായ ഒരു പ്രതിഷേധത്തിന് കാരണം ഈ പ്രശ്നത്തിനകത്ത് അവരുടെ ഇടപെടലുണ്ടാവും. അത് പരിശോധിക്കാം. ആരും പരാതി നൽകാണ്ട് എനിക്കറിയില്ല. നമ്മുടെ ഏതെല്ലാം കാര്യം വിശദമായി പരിശോധിക്കും. മാധ്യമപ്രവർത്തകർക്ക് അവരുടേതായ ഒരു അന്തസ്സും ആഭിജാത്യവും ഉണ്ട്. അവർ പൊതുജനങ്ങളെ വിവരങ്ങൾ അറിയിക്കുന്നവരാണ്. അവർ നമ്മുടെ സമൂഹത്തിന്റെ ജനാധിപത്യത്തിന്റെയും ഭാഗമാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ ഏതെങ്കിലും സംഭവം പയ്യന്നൂരിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഈ മന്ത്രിമാരുടെ ട്രാൻസ്ഫറുകൾ ഒരുപാട് നടക്കുന്നത് പല വകുപ്പിലും മനസ്സിലാക്കുന്നുണ്ട്. ചില ട്രാൻസ്ഫറുകൾ പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നതിന്റെ പേരിൽ ഇപ്പം ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചില ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ട്. അപ്പോ ഈ ട്രാൻസ്ഫർ അതൊരു സെമി കോർട്ടല്ല. നമുക്ക് എന്താ അഭിപ്രായമുള്ളത്? ഒരു കോടതി പോയി വാദിച്ചോളൂ. അതായത് ഈ UDF അധികാരത്തിൽ വന്നപ്പോൾ കുറെ കേക്ക് മുറികളും ആഘോഷങ്ങളും ഒക്കെ പലയിടത്തും കണ്ടു. അതിന് തൊട്ട് പിന്നാലെ യൂണിയന്റെ പല ഭാരവാഹികളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലൊക്കെ അവിടെ ഇവിടെ പോസ്റ്റിംഗ് ഒക്കെ നടത്തണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തുടങ്ങില്ല. ആരും തെറ്റായ ധാരണയൊന്നും വേണ്ട. ഒരു പാർട്ടിക്കാരും പോലീസുകാരെ ഭീഷണിപ്പെടുത്താൻ അനുവദിക്കും. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിയുടെ പേരിൽ നടപടി ഉണ്ടാവും. എല്ലാവർക്കും പോലീസിനെല്ലാവരും ഒരുപോലെ. ഞാൻ ഇന്നലെ യോഗത്തിലും പറഞ്ഞപ്പോ ഭരണം മാറിയതായിരിക്കും മുഴുവൻ പോലീസും മാറുന്നത്. അതേ പോലീസുകാർ തന്നെ ഇപ്പോഴുള്ളത്. ഗവൺമെന്റിന്റെ നയമാണെന്നുള്ള അല്ലെ? ഗവൺമെന്റിന്റെ നയമാണെന്ന്. ഗവൺമെന്റ് എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പോലീസും മാത്രമല്ല കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അത് ബാധകമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ പോലീസിനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സമ്മർദ്ദം, അതുപോലെ തന്നെ ആത്മഹത്യ, അതിന് ഞാൻ ഉന്നയിച്ചൊരു വിഷയമാണ്. യോഗ പോലത്തെ അതുപോലെ മോട്ടിവേഷൻ പോലത്തെ ക്ലാസ്സുകളൊക്കെ നടത്താം. പക്ഷെ അത് ഒന്നും ചെയ്തില്ലെന്നാണ് പറയുന്നത്.
ഇന്ന് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഞാൻ സീനിയർ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞതാണ്, പോലീസ് സേനയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു, തൊഴിലിടങ്ങളിലെ സമ്മർദ്ദമാണ് ഇതിന് കാരണം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഫ്രീഡം കൊടുക്കുകയും അവർക്ക് ജോലി ഭാരം ഉണ്ടാകാതിരിക്കാനും സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാനും പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഞാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി. നമ്മളുടെ ട്രെയിനിങ്ങിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ ആവശ്യമില്ലാതെ അവരെ ടെൻഷൻ ഉണ്ടാക്കുക, അവരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുക, മറ്റു മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്യുക, ഉണ്ടാകരുത് എന്ന് പ്രത്യേക നിർദ്ദേശം. ഈ ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന വഴികൾ ഉൾപ്പെടെ കുറെ ഗാർഡ് ഉദ്യോഗസ്ഥർ ഈ വെയിലത്ത് പഴയത്ത് കഴിഞ്ഞ് കുറെ നാളായി നിൽക്കുന്നുണ്ട്. മിനിസ്റ്റർ അങ്ങോട്ടാണ് താമസം മാറുന്നതെന്ന് അറിയുന്നു. അവിടെ അത് തുടരും എങ്ങനെയാണ് ഒറ്റ കാര്യം മതി. ഈ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിട്ട് രക്തൻ കേൽക്കർ വന്നതിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബംഗാളിലെ സംഭവത്തിൽ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു, പക്ഷേ കേരളത്തിലെ സ്ഥിതി മറിച്ചാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. മുഖ്യമന്ത്രി സെക്രട്ടറി ആര് വേണമെന്നുള്ളത് അദ്ദേഹമല്ലേ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ അധികാരമുണ്ട്. രത്തൻ കേൽക്കർ നല്ല ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ കേരള ഗവൺമെന്റ് തന്നെയാണ് റിക്വസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഗവൺമെന്റാണ് അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ കേരള ഗവൺമെന്റ് തന്നെ തിരിച്ചു വിളിക്കാൻ അധികാരമുണ്ട്. അതിനെന്താ കുഴപ്പമില്ല. ബംഗാളിലെ കാര്യത്തിൽ മറിച്ചായിരുന്നല്ലോ കോൺഗ്രസിന്റെ നിലപാടുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിമർശിക്കുന്ന സാഹചര്യം രത്തൻ കേൽക്കർക്കെതിരെ അത്ര യാതൊരു ആരോപണവും ഉയർന്നു വന്നിട്ടില്ല. ഇലക്ഷന് മുമ്പ് പിമ്പോ രത്തൻ കേൽക്കർക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടില്ല. അദ്ദേഹം ഇലക്ഷൻ അത് കുഴപ്പം ചെയ്തെന്നോ ഒന്നും വന്നിട്ടില്ല. ബംഗാളിൽ അതല്ല സ്ഥിതി. ബംഗാളിൽ SIR-മായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ പേരുകൾ നീക്കം ചെയ്തുവെന്നും സുപ്രീം കോടതി ഇടപെട്ട് 80 ലക്ഷം ആളുകളെ തിരിച്ചു കൊണ്ടുവന്നത് പശ്ചാത്തലമാണ്. ഒരു മിനിറ്റ്, ഈ കേരളത്തിൽ അങ്ങനെ രത്തൻ കേൽക്കർക്കെതിരെ ഒരു പരാതിയുണ്ട്. സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ടും കണക്കുകൾ കൃത്യമായി പുറത്തുവിടാത്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തന്നെയാണ് അത് ഞങ്ങൾ ഉന്നയിച്ചു. അപ്പൊ തന്നെ അത് കറക്റ്റ് ചെയ്തില്ല. സ്ട്രോങ് റൂം എന്തുകൊണ്ട് തുറക്കാൻ പാടില്ല, അവസാനം നിർദ്ദേശം കൊടുത്തല്ലോ. Thank you very much.